നീ ഹാപ്പി ആയിട്ടിരുന്നാ മതി. മഴ മകളാ സംഭവം സെറ്റൊക്കെ ഉണ്ട്. പക്ഷെ നീ എനിക്കൊരു കാര്യം ചെയ്യണം. പോകുന്ന വഴിക്ക് ഇവിടെ ഹോസ്റ്റലൊന്ന് കൊണ്ടാക്കണം. നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ എന്റെ കസിൻ ആർദ്രന്റെ അടുത്ത്. എന്ത് കാര്യത്തിന്? അതിലുണ്ട് മക്കളെ, നാളെ നേരിട്ട് കാണാം. ആ മോളെ, എടാ നീ എവിടെയാ? ഞാൻ ദേ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് കേറാൻ പോണ്. അതെയോ? നിനക്കൊന്നും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്താടാ കാര്യം? അതറിയില്ലടാ, അനു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പള്ളിയിലായിരുന്നു. അത് മനസ്സിലായി. അത് അവൾക്ക് നമ്മളെന്തോ ഒരുമിച്ച് കാണിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? എന്നാ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങാട്ടാ. ഓക്കെ ഓക്കെ, ശരി ശരി. അല്ല, അവളെവിടെ? അവൾ ഇന്നലെ പോക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. പിന്നെന്താ നീ എന്നെ വിളിച്ചപ്പോ അത് പറയാണ്ടിരുന്നത്? എനിക്ക് ഈ സംശയവും ഓവർ തിങ്കിങ് ഒക്കെ അല്ലേ, അതുകൊണ്ടാ പിന്നെ പറയാന്. ചേട്ടാ, അപ്പൊ ഇങ്ങനെ വേറെ വീട്ടിലൊക്കെ പോയി നിക്കണ നിങ്ങളുടെ ഹോസ്റ്റലിൽ ആന്റിക്ക് പ്രശ്നമില്ലേ? അതിന് ഇന്നലെ അവളുടെ അമ്മ ആന്റിനെ വിളിച്ച് പറഞ്ഞായിരുന്നു അവളിങ്ങനെ ഒരു കസിന്റെ വീട്ടിലാ പോയി നിക്കണേന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല. ഓ, നീ ഇതെപ്പോ വന്ന് ഇവിടെ വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്? അയ്യ, എന്താടി ഒരുമാതിരി മുഖഭാവവും ചിരിയൊക്കെ? എന്താടി നീ ഇവിടെ ചോദിക്ക്. അതിനവിടെ ആരും ഇല്ലല്ലോ. അയ്യോ മോൾ, ഇവിടെ എന്താ പറ്റിയേ? അനു ഇവിടെ ഇരിക്കണേ കണ്ടതാണിപ്പ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നു മോളി, കുറച്ചു മുമ്പോട്ടിരുന്നത് കണ്ടില്ല നീ? ഇത്രയും നാൾ ഒബ്സർവേഷനും ഓവർ തിങ്കിങ്ങും ആയിരുന്നു, ഇപ്പൊ ഹാലൂസിനേഷനും തുടങ്ങിയ. എന്റെ പൊന്നു മോളെ, ഞാൻ പറയണോന്ന് വിശ്വസിക്കടാ. അവളെന്തോ ഒരുമാതിരി ലാവൻഡർ കളർ ബനിയനും ബ്ലൂ ജീൻസ് ഒക്കെ ഇട്ടിട്ടോട്ടിരുന്നാർന്ന്. എടാ മോളെ, ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നേ. വന്നല്ല മുതല്